മക്കളെ നമുക്കപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇനീഷ്യൽ ടോപ്പിക് നമ്പർ പാറ്റേൺസ് അഥവാ സംഖ്യാക്രമങ്ങൾ. എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വെച്ച് എഴുതുന്ന അല്ലേ. നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ എക്സാമ്പിൾസ് ആണ്. ഒന്നാണ് നാച്ചുറൽ നമ്പർ അഥവാ എണ്ണൽ സംഖ്യകൾ. നോക്കടാ, 1, 2, 3, 4, 5 ഇതൊരു സംഖ്യാക്രമമാണ്, ഒരു നമ്പർ പാറ്റേൺ ആണ്. ഈവൻ നമ്പേഴ്സ് നമുക്ക് അതുപോലെ പറയാം, 2, 4, 6, 8 അങ്ങനെ. ഇത് മറ്റൊരു പാറ്റേൺ ആണ്. ഇത്തരത്തിലുള്ള പാറ്റേണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് 8ാമത്തെയും 9ാമത്തെയും പേജിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. നമുക്ക് പേജ് നമ്പർ 8 അതുപോലെ 9 ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കടാ. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കി നോക്കാം. അതിൽ ഇതിങ്ങനെ പൊട്ടുകൾ ഇങ്ങനെ ഈ അടുക്കി വെച്ചിട്ടാണ് ട്രയാങ്കിൾസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വരി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വരിയിൽ 1 രണ്ടാമത്തെ വരിയിൽ 2 മൂന്നാമത്തെ വരിയിൽ 3 ഉണ്ട്, അടുത്ത 4ാമത്തെ വരിയിൽ അല്ലേ. അപ്പോൾ ശരിക്കും ബേസിക്കലി അതിൻ്റെ ഗെയിം മനസ്സിലായി. ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1+2, രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1+2+3, അതാണ് മൊത്തം വേണ്ടത്. മൂന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1+2+3 +4 വരെ എത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി കണ്ടുപിടിക്കണം, വരുന്ന 3 നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ട്രയാങ്കിൾ 4 അഥവാ ത്രികോണം 4. അപ്പോൾ 1+2+3+4+5 വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. അപ്പോൾ 5ാമത്തെ ത്രികോണം എന്ന് പറയുമ്പോൾ 1+2+3+4+5+6 വരെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. 6ാമത്തെ ത്രികോണം, അതാണ് 3 ആൾക്കാർ എന്ന് പറയുന്നത്. 6ാമത്തെ ത്രികോണം എന്ന് പറയുമ്പോൾ 1+2+3+4+5+6+7 ചെയ്യേണ്ടി വരും. ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഇല്ല. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ആയതുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. From the sequence equilateral triangle, square, regular pentagon and so on of regular polygons form the following sequence. എടാ, അവിടെ പറഞ്ഞ പാറ്റേൺ ആരെക്കുറിച്ചൊക്കെയാണെന്ന് മക്കളൊന്ന് നോക്കി വെക്കണം. ആ പറയുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടർന്ന് പോകുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണി. അതെന്ത് ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയാണ്? റെഗുലർ പോളിഗണുകളാണ്. അവരൊക്കെ ആരാണ് മക്കളെ? റെഗുലർ പോളിഗണുകളാണ്. അവരൊക്കെ എന്താ പറയുക, സമബഹുഭുജങ്ങളാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അവരുടെ സൈഡ്സ് ഒരു തന്നിട്ടുണ്ട്. വശങ്ങളുടെ എണ്ണം അങ്ങനെ കൂടി പോകുന്നുണ്ട്, 3, 4, 5. കാരണം 1ഉം 2ഉം അവിടെ വരൂല അല്ലേ. 1ഉം ഉണ്ടാവില്ല, 2ഉം ഉണ്ടാവില്ല. റീസൺ, ഈ 1ഉം 2ഉം വശങ്ങളുള്ള ബഹുഭുജങ്ങൾ നിർമ്മിക്കുന്നത് സാധ്യമല്ല. 3ആണ് ഏറ്റവും ചെറുത്, ത്രികോണമാണ്, ട്രയാങ്കിളാണ് അവിടുന്ന്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ചോദിച്ചിട്ടുണ്ട് മക്കളെ. നമുക്ക് എഴുതാം, ട്രയാങ്കിൾ ത്രികോണത്തിൻ്റെ വരുന്നത് 180. അടുത്തത് ചതുർഭുജം, നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്ന, സമചതുരം എന്ന് വിളിക്കുന്ന ആളുടെ വരുന്ന സമയത്ത് 360 ഡിഗ്രിയാണ്. 150 കൂടിയിട്ടാണ് പോവുക. അടുത്തത് വരുന്ന ആൾ എഴുതേണ്ടത് 540 ഡിഗ്രി എക്സെട്ര. അവരിട്ട പോലെ നമ്മൾ ആ ഡോട്ട് പ്ലേസ് ചെയ്യുന്നതിന് എക്സെട്ര എന്നാണ് വിളിക്കുക. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, അടുത്ത നോക്കി നോക്കടാ, പുറംകോണുകളുടെ തുക. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഏതൊരു ബഹുഭുജ, എസ്പെഷ്യലി റെഗുലർ പോളിഗണുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, നമ്മളെ സമബഹുഭുജങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ പുറംകോണുകളുടെ തുകയ്ക്ക് മാറ്റം വരുന്നില്ല. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, മാറ്റമില്ലാത്ത. അയാൾ 360 ഡിഗ്രി 360 ഡിഗ്രി 360 ഡിഗ്രി 360 ഡിഗ്രി എന്നിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടു. ഇനി അടുത്തത് ചോദിച്ചത് ആൻ ഇന്നർ ആംഗിൾ. എടാ, അത് ശകലം അധ്വാനിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. ഇത് ശരിക്കും ഒരു കുട്ടി ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇക്വലാട്രൽ ട്രയാങ്കിളിൻ്റെ നമുക്കറിയാം എത്രയാണ് മക്കളെ, 60 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് സ്ക്വയറിൻ്റെ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് എക്സെട്ര ഇട്ട് വയ്ക്കുകയാണ്. ശരിക്കും ബാക്കിയും കൂടെ കണ്ടുപിടിക്കണം. പഞ്ചഭുജം എന്ന് പറയുന്ന പെൻറ്റഗണിൻ്റെ വരുമ്പോൾ 108 ഡിഗ്രി ആണെന്നും, ഹെക്സഗൺ, നമ്മുടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഈച്ച് ആംഗിൾ, ഓരോ ആംഗിളുകൾ, ഇന്നർ ആംഗിളുകൾ വരുന്ന സമയത്ത് അകക്കോണുകൾ വരുമ്പോൾ 120 ഡിഗ്രി എന്നൊക്കെ നമ്മൾ എഴുതണം. തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതൊരു 8ാം ക്ലാസ്സിൻ്റെ ടോപ്പിക്ക്. മക്കൾക്ക് ജസ്റ്റ് ഈ ചാപ്റ്ററിലേക്കുള്ളൊരു എൻട്രി തരികയാണ്. ഓരോ പുറംകോണുകളെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന സാധനം. ഇയാളെ 150 കുറച്ച് എഴുതിയാൽ മതി. 60 ആണെങ്കിൽ ഇവിടെ 120, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150 വരണം എന്നുള്ള, 180 വരണം എന്നുള്ള. 90 കാണുകയാണെങ്കിൽ അവിടെയും 90 ഡിഗ്രി എഴുതാം. 108 കാണുകയാണെങ്കിൽ അവിടെ 72 ഡിഗ്രി എന്ന് എഴുതാം. 120 പകരം അവിടെ എന്ത് എഴുതുക മക്കളെ, 60 ഡിഗ്രി എന്ന് എഴുതുക. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളുടെയും പാറ്റേൺ. ഓക്കെ, നമുക്ക് പൊതുവെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനുള്ള സ്ലോട്ട് നമ്മളെ സംബന്ധിച്ചില്ല. എന്നിരുന്നാലും
ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു എൻട്രി ആക്ടിവിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഒറ്റ പ്രാവശ്യം, ഞാൻ വീണ്ടും മക്കളോട് പറയും, മക്കൾ ഈ പറഞ്ഞ സാധനം റിപ്പീറ്റ് കേൾക്കണ്ട, ഇതിപ്പോൾ കേട്ടല്ലോ അത് മതി, ഒറ്റ പ്രാവശ്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, write the sequence of natural number which leave a remainder 1 on division by 3 and the sequence of natural number which leave remainder 2 on division by 3. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ സാധനം 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും രണ്ടെണ്ണമായിട്ട് തന്നെ എഴുതാം. അപ്പോൾ ആദ്യത്തെ ആൾ നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം മക്കളെ. നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3. മക്കളെ എങ്ങനെ എഴുതണടാ? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ലഭിക്കുന്ന എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. നമുക്കറിയാം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇങ്ങനെയാണല്ലോ നമുക്കറിയാം. 3, 4, 5, 6, 7, 8 ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ് എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, എണ്ണൽ സംഖ്യകളുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3നേക്കാൾ തൊട്ടടുത്ത വലിയ ആളായിട്ടുള്ള 4ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4നെ ഞാൻ 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു തവണയാണ് 1×3, ബാക്കി 1 അവർ പറഞ്ഞതുപോലെ ശിഷ്ടം റിമൈൻഡർ 1 കിട്ടിയ സാഹചര്യമുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. 5നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യമാണ്, ഇവിടെ 3 വരിക, ശിഷ്ടം 2. നമ്മളെ സംബന്ധിച്ച് അയാൾ സെറ്റാവുന്ന ആളല്ല, നമുക്ക് ശിഷ്ടം വരേണ്ടത് 1 വേണ്ട. നമുക്ക് അടുത്ത ആളെ നോക്കാം. 6നെ ഒന്ന് ചെയ്ത് നോക്കാം. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 തവണയാണ്, 6 0 അവിടെ ശിഷ്ടമായിട്ട് വരിക. അയാളും നമുക്ക് പറ്റൂല, നമുക്ക് ശിഷ്ടം വരേണ്ടത് 1. നമുക്ക് അടുത്ത ആളെ ഒന്ന് ചെയ്ത് നോക്കാം. 7നെ ഒന്ന് ഹരിച്ചു നോക്കാം. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 തവണ 6, ബാക്കി 1. യെസ്, നമ്മൾ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആൾ കിട്ടി. അപ്പോൾ 4 കഴിഞ്ഞ് അടുത്ത ആൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ്? 7. അപ്പോൾ നമുക്ക് ആ ശ്രേണി ഒന്ന് എഴുതി നോക്കാം. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. 4, 7, അടുത്തൊരാളെ നമുക്ക് കിട്ടണല്ലോടാ. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ ഓരോ ആൾക്കാരും ചെയ്ത് നോക്കാറുണ്ട്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ നിങ്ങൾ നോക്കി നോക്കടാ, 4നോട് 3 കൂട്ടിയതിന് ശേഷമുള്ള ഒരാളെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലേ? 4നോട് 3 കൂട്ടി 7 വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ശിഷ്ടം ഒന്ന് കിട്ടിയത്. നമുക്കിനി 7നോട് 3 കൂട്ടിയ ആളെ ഒന്ന് ചെയ്ത് നോക്കാം. 7നോട് 3 കൂട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ 10 വരിക. 10നെ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 പ്രാവശ്യം ഉണ്ടാവുക. 9 ആൻസർ വേണ്ട, റിമൈൻഡർ 1. അപ്പോൾ നമ്മൾ നോക്കിയ പരിപാടി കറക്റ്റാണ്. അപ്പോൾ 4, 7, 10 അടുത്തത് എഴുതാൻ പറഞ്ഞാൽ മക്കൾക്ക് അറിയാം 13 എക്സെട്ര. ഇതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന ആളുകൾ, റിമൈൻഡർ 1 വരുന്ന ആളുകൾ. ഇനി 2ൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി വെക്കണം. സിമ്പിൾ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് അറിയാമെന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. ഈ പറഞ്ഞതിൻ്റെ വലിയ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യാനുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. Write in ascending order the sequence of natural number with the last digit 1 or 6. Describe the sequence in 2 other ways. നമുക്ക് എഴുതി നോക്കാമല്ലോ. 1ലോ 6ലോ അവസാനിക്കണം. അപ്പോൾ 1, 6, 11, 16, 21, 26. ഞാൻ ഇങ്ങനെയാണ് ആ സീക്വൻസ് എഴുതിയത്. ഇതിനെ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നോക്കുക നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന്. മക്കളിത് ഈ ഡിഫൈൻ ചെയ്യാൻ പറയുന്ന ഇങ്ങനത്തെ ചോദ്യം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, എന്നാലും സിമ്പിളായിട്ട് പറയാം. നോക്കി നോക്കണം. പാറ്റേൺ നമ്പർ 1 നോക്കുക. ഇതിൽ അടുത്തടുത്തുള്ള ടേംസുകൾ തമ്മിൽ ഓരോ ഡിഫറൻസ് വരെ 5. 1നോട് 5 കൂട്ടിയാൽ 6, 6നോട് 5 കൂട്ടിയാൽ 11, 11നോട് 5 കൂട്ടിയാൽ 16, 16നോട് 5 കൂട്ടിയാൽ 21. ഇങ്ങനെ ഒരു പാറ്റേൺ പറയും. ഇനി ഇതല്ലാതെ പറയാനുള്ള മറ്റൊരു പാറ്റേൺ കൂടി ഉണ്ട് കേട്ടോ. വേറൊരു രീതിയിലും ഡിസ്ക്രൈബ് ചെയ്യും. 1, 6, 11, 16, 21 എന്നല്ലേ. നോക്കടാ, 1 കഴിഞ്ഞ് 11ലേക്ക് 10 കൂടുതലാണ്, 6 കഴിഞ്ഞ് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഫോർമേഷൻ പറയും. ഈ 2 രീതിയിലൊക്കെയാണ് നമുക്ക് ഇയാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന. വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നോട്ട് അറ്റ് ഓൾ ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
അടുത്തത് ആ സെക്ടറിലെ 9ാമത്തെ പേജിലെ അവസാനത്തെ ചോദ്യമാണ്. അതും കൂടി ജസ്റ്റ് കണ്ടാൽ മതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളും അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളല്ല. ജസ്റ്റ് ഒറ്റ റൗണ്ട് മക്കൾ കേട്ടാൽ മതി. ജസ്റ്റ് ആൻ ഓപ്പണിംഗ് ടു ദ ചാപ്റ്റർ. See these figures. The first picture shows an equilateral triangle with the smaller triangle got by joining the midpoints of sides cut off. The second picture shows the same thing done on each of the 3 triangles in the first picture. The third picture shows the same thing done on the second picture. മലയാളം മീഡിയക്കാർ ചോദ്യം കൂടെ വായിച്ചു നോക്കിയേക്കണം. How many red triangles are there in each picture? ഓരോന്നിലും എത്ര എത്ര ട്രയാങ്കിളുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 1 2 3 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. പാറ്റേൺ ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇത് 3:1 വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇവിടെ 3:2 വിച്ച് ഇസ് ഈക്വൽ ടു 9. ഇവിടെ 3:3 വിച്ച് ഇസ് ഈക്വൽ ടു 27. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചെയ്തു പോയിട്ടുള്ളത്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കണ്ടുപിടിച്ചു. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഒന്നെടുത്ത് ഓരോ ചിത്രത്തിനെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കാം. ഒന്ന് ടൈറ്റ് ആവുക ക്വസ്റ്റ്യൻ. എടാ അപ്പം മൊത്തത്തിൽ വരുന്ന ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ചെറിയ ട്രയാങ്കിൾ ഇയാളാണ്. മൊത്തത്തിൽ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഏരിയ എന്ന് പറയുന്നത് 4ൽ 1. അതുകൊണ്ട് നമുക്ക് അയാളുടെ ഏരിയനെ 1/4 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ചെറിയ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഇയാളാണ്. മൊത്തത്തിൽ എത്ര ട്രയാങ്കിൾ ആയിട്ട് അയാളെ മുറിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം മക്കളെ. ഇതാ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മൊത്തം അതിൽ എണ്ണി നോക്കിയാൽ 16 ട്രയാങ്കിൾ കാണും. അതിലൊരു ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1/16. അതേപോലെ നമ്മൾ അടുത്ത വലിയ ചിത്രത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മക്കളെ 64 ആൾക്കാരുണ്ടാവും. എടാ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ടാവും കേട്ടോ. എത്ര ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കിയിട്ട് വേണത് അവിടെയൊക്കെ സ്പ്ലിറ്റിങ് നടക്കാനുണ്ട്. അങ്ങനെ 64 ആൾക്കാരുണ്ടാവും മക്കളെ. അങ്ങനെ 1/64 ആണ് അയാളുടെ ആൻസറായിട്ട് വരേണ്ടത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും അല്ലേ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഫിഗറിൽ 3 ത്രികോണങ്ങൾ, 4ൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് അയാൾ ഒറ്റയടിക്ക് 3/4 എന്ന് എഴുതാം. അതേപോലെ രണ്ടാമത്തെ ഫിഗറിലേക്ക് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാം വൃത്തിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എണ്ണി നോക്കാൻ വേണ്ടിയിട്ട് മക്കളെ. ഇങ്ങനെ എണ്ണി നോക്കുന്ന സമയത്ത് നമുക്ക് 16 ട്രയാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലാവും. 16 9 റെഡാണ്. അപ്പോൾ 9/16. അതേപോലെ അടുത്ത ചിത്രത്തിൽ എണ്ണി നോക്കുന്ന സമയത്ത് ഏതാണ്ട് 27 ആൾക്കാർ റെഡാണെന്ന് മനസ്സിലാവും. 64. ഇതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളിലെയും ആദ്യത്തെ 5 സംഖ്യകൾ എഴുതാനാണ് നിങ്ങളോട് എന്ത് ചെയ്ത് പറയുന്നത്. അതിൽ ആദ്യത്തത് ചുവപ്പ് ത്രികോണങ്ങളുടെ എണ്ണമാണ്. റെഡ് ട്രയാങ്കിൾസിൻ്റെ കൗണ്ടാണ്. നമുക്കറിയാം ആദ്യം 3 ആയിരുന്നു, പിന്നെ 9 ആയി, പിന്നെ 27 ആയി. ഇനി 3/4 വരിക. 3 × 3 × 3 × 3. അയാളുടെ ആൻസർ 81 വരേണ്ടത് മക്കളെ. അത് കഴിഞ്ഞാൽ 3 × 3 × 3 × 3 × 3 3/5. അയാളുടെ ആൻസർ വരേണ്ടത് 243. പിന്നെ രണ്ടാമത് ചെയ്ത ഏരിയ ഓഫ് 1 റെഡ് ട്രയാങ്കിൾ ആയിരുന്നു കേട്ടോ. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യം 1/4 എഴുതി, പിന്നെ 1/16 എഴുതി, പിന്നെ 1/64 എഴുതി. ഈ താഴത്ത് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കേട്ടോ. ഇയാൾ 4/1 ആണ്, 4/2 ആണ്, ഇയാൾ 4/3 ആണ്. അടുത്തത് 4/4 വരേണ്ടത് 1/256. അടുത്ത ആൾ 4/5 വരണം. അത് 1/1024 എന്ന് പറഞ്ഞ നമ്പറാണ് വരേണ്ടത്. ഓക്കെ, ഇനി റെഡ് ഏരിയ ആവട്ടെ. നമുക്ക് കിട്ടിയത് ആദ്യം കിട്ടിയത് ഇത് അവിടെ എഴുതാം കേട്ടോ. റെഡിൻ്റെ അടുത്ത ആളത് ഇവിടെ എഴുതാം. 3/4 ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3/4. അത് കഴിഞ്ഞിട്ട് 9/16 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ 27/64 നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏരിയയിലേക്ക് വന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എടാ ഇവിടെ സെയിം പറഞ്ഞ പാറ്റേണാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നടക്കുന്നത്. 3/4 പിന്നെ 9/16. അപ്പോൾ അടുത്ത വരേണ്ട ആൾ ആരാടാ? 27/64. അടുത്ത വരേണ്ട 81/256. പിന്നെ വരേണ്ടത് 243/1024. ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ?
സെറ്റാണല്ലോ. അപ്പോൾ അതോടുകൂടെ 8-9 പേജിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂടാ, മൊത്തം ചാപ്റ്ററിൽ നമുക്ക് ആക്ടിവിറ്റീസും ചെയ്യാം. അതുപോലെ തന്നെ മക്കൾ യൂട്യൂബിലെ ഷോർട്സ് നോക്കണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. താങ്ക് യു മക്കളെ.